അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം, അതായത് സുന്നികളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നതായ ബിദഈ കക്ഷികളുടെ ഒരു ഏർപ്പാടാണ് സുന്നികൾ മരണപ്പെട്ടതിന് ശേഷം മരിച്ചവരുടെ പേരിൽ 3-ന്റെ ദുആ, 7-ന്റെ ദുആ, അതുപോലെ 13, 40 ഇങ്ങനെ അറിയപ്പെടുന്ന ദുആ മജ്ലിസ് നടത്തുന്നുണ്ട്. അതെനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സ്വഹാബികൾ, താബിഈങ്ങൾ ഇതുപോലത്തെ മഹാന്മാരുടെ ഇടയിൽ അവർ നടത്തിയിട്ടുണ്ടോ? ഒരു ചോദ്യം. മറ്റൊന്ന്, മരിച്ചതിന് ശേഷം ഖബറിൻ്റെ അടുത്ത് പോയി 7 ദിവസം, 3 ദിവസം, ഇങ്ങനെ 40 ദിവസം ഖത്മുൽ ഖുർആൻ, അതായത് നമ്മുടെ നാട്ടിൽ ജാമ ഖത്ത എന്ന് പറയപ്പെടുന്ന രീതിയിൽ നടത്തുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലോ സ്വഹാബിയുടെ കാലഘട്ടത്തിലോ താബീങ്ങളുടെ കാലഘട്ടത്തിലോ നടന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിണർ കുഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടവരുടെ പേരിൽ. ഇതുപോലത്തെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ 3-ന്റെയും 7-ന്റെയും 40-ന്റെയും ദുആകൾ നടത്താറുണ്ട്. ഇതിന് വല്ല തെളിവും ഉണ്ടോ എന്നതാണ്. വളരെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞതെല്ലാം. അതായത് 3-ന്റെന്നോ 7-ന്റെന്നോ നമ്മുടെ നാട്ടിലെ പതിവ് 3-ന്റെ ദുആ, അത് കഴിഞ്ഞാൽ പിന്നെ 7 അല്ലെങ്കിൽ 11, പിന്നീട് 40, പിന്നെ കൊല്ലത്തിൽ. എന്നാൽ ഫത്ഹുൽ മുഈനിന്റെ മത്നാകുന്ന ഖുറത്തുൽ ഐൻ, അതിന്റെ ശറഹാകുന്ന നിഹായത്തു സൈനിൽ കാണാം, മുമ്പ് കാലങ്ങളിൽ അത്ര മാത്രമല്ല, മരണപ്പെട്ടാൽ 3-ന്റെ ഒരു ദുആ ഉണ്ടാവും, പിന്നീട് 7-ന് ഒരു ദുആ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ 20-ന് ഒരു ദുആ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ 40-ന് ഒരു ദുആ ഉണ്ടാവും, പിന്നെ 100-ാമത്തെ ദിവസത്തിൽ ഒരു ദുആ ഉണ്ടാവും, പിന്നെ കൊല്ലം തോറും ഉണ്ടാവും. നിഹായത്തു സൈനിൽ നമുക്ക് കാണാം. അപ്പൊ ഏതിരുന്നാലിരിക്കട്ടെ, ഇതിന്റെ അടിസ്ഥാനം എന്താ? ഇതിന്റെ അടിസ്ഥാനം മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ ദാനധർമ്മം ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഖുർആൻ ഓതുക. ഇതാണ് 3-ന്റെയും 7-ന്റെയും 40-ന്റെയും ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ചുകൂടി നടത്തുന്നത്. പക്ഷേ നമ്മൾ ആരും ഇന്നേ വരെ 3-ന്റെന്ന് ഒരു പ്രത്യേക സുന്നത്തുണ്ട് എന്ന് ഇന്നേ വരെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. 7-ന്റെന്ന് പ്രത്യേക സുന്നത്തുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ 6-ാമത്തെ ദിവസവും നടത്താം, 8-ാമത്തെ ദിവസവും നടത്താം, 10-ന്റെന്നും നടത്താം. പക്ഷെ നമ്മുടെ നാട്ടിലെ പതിവാണ് 3-ഉം 7-ഉം 40-ഉം എന്നത്. അത് നമ്മുടെ നാട്ടിലെ ആദത്ത് മാത്രമാണ്. അന്ന് ഒരു പ്രത്യേക സുന്നത്തുണ്ട് എന്ന വിശ്വാസം നമുക്ക് ആർക്കില്ല. അതുകൊണ്ട് 40-ൽ നിന്ന് ആർക്കെങ്കിലും തകരാറുണ്ടെങ്കിൽ വഹാബികളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ 39-ന് നിർത്തിക്കോളി, കുഴപ്പമില്ല. അല്ല 41-ന് നിർത്തിക്കോളി, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ വരാം. അപ്പോ 40-ന് തന്നെ വേണം എന്ന് പ്രത്യേക സുന്നത്തുണ്ട് എന്ന് വിശ്വാസം നമുക്ക് വാശിയില്ല. പിന്നെ മൊത്തത്തിൽ അവർക്ക് വേണ്ടി ദുആ നടത്തലും സ്വതക്ക ചെയ്യലും അന്നദാനം നടത്തലും ഒക്കെ സുന്നത്തുണ്ട് എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ ചെയ്യപ്പെടുന്നത്? ഒന്ന്, അവരുടെ മേലിൽ നമ്മൾ ഖുർആൻ പാരായണം നടത്തുന്നു. മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ പാരായണം നടത്തുന്നത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. നേരത്തെ ഉസ്താദ് അവർകൾ വായിച്ചിട്ടുണ്ട്, ഇഖ്റഉ അലാ മൗതാകും യാസീൻ, നിങ്ങൾ മരിച്ചവർക്ക് യാസീൻ ഓതണം. അതുപോലെ ഇബ്നു ഖയ്യിമിന്റെ അർറൂഹിൽ കാണാം, കാനത്തിൽ അൻസാറു, അൻസാറുകളായ സ്വഹാബത്തായിരുന്നു, അവരിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ ഖബറിന്റെ അടുത്ത് പോയി ഖുർആൻ ഓതും.
അതുകൊണ്ട് ഖുർആൻ ഓതുന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ്. മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്യുന്നത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാബിലിൽ ഫതാവിൽ രേഖപ്പെടുത്തുന്നു, സ്വഹാബത്ത് 1 മുതൽ 7 വരെ നിരന്തരമായി മരണപ്പെട്ട പേരിൽ